ഹലോ ഗായ്സ്, നിരാഹാര സമരം രണ്ടാം ദിനം എന്ന് പറയുന്ന പോലെ എൻ്റെ ഡയറ്റിങ്ങിന്റെ രണ്ടാം ദിനമാണിന്ന്. ടയേർഡായി എണീക്കാൻ പോലും പറ്റാതെ എന്നെ എൻ്റെ ഉമ്മ വന്ന് എണീപ്പിച്ചു. വിശപ്പും ക്ഷീണവും കൂടി ആയപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. ഇങ്ങനെ ഉറങ്ങുന്നത് കൊണ്ടൊരു ഉപകാരമുണ്ട്, കാരണം വിശപ്പറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഉറങ്ങി എണീക്കാത്തത്. പക്ഷെ ഉറങ്ങി എണീച്ചപ്പോൾ എനിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ എൻ്റെ ഉമ്മയോട്: വിശക്കണോ, പത്തിരി ചിക്കൻ കഴിച്ചാലോ? നിന്നെ കൊണ്ട് പറ്റില്ലടാ, സാധനങ്ങളൊക്കെ മേടിച്ചു കാട്ടുന്നുണ്ട്, ഉണ്ടാക്കി തരാ. ഇന്നലെ ഞാൻ ഡയറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ റിയാക്ഷൻ വാസ് ലൈക്ക്, എന്റെ ആഗ്രഹം കേട്ടതും വാപ്പിത ചിക്കനും കൊണ്ടെത്തി. പത്തിരി ഉണ്ടാക്കണമെങ്കിൽ ഉമ്മ വെച്ചൊരു കണ്ടീഷൻ, മാവ് കുഴച്ച് തരണം, കാരണം അത് ഭയങ്കര ടാസ്ക്കാണ്. സോ ഞാൻ മാവ് നന്നായി കുഴച്ചു കൊടുത്തു ഗൈസ്. കണ്ടില്ലേ, ഇപ്പുറത്തെ എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയുള്ള ചിക്കൻ കറിക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞായിരുന്നു. ഇവളൊരു ചിക്കൻ കറി എക്സ്പെർട്ട് ആണ് കേട്ടോ ഗൈസ്. സ്പൈസി ആയിട്ടുള്ള കറികളാണ് ഇവള് കൂടുതൽ ഉണ്ടാക്കുക. എനിക്ക് സ്പൈസി ആയിട്ടുള്ള കറികളാണ് ഭയങ്കര ഇഷ്ടവും. അപ്പൊ ഉമ്മാന്റെ നല്ല മയമുള്ള പത്തിരിയും ഇവളുടെ സ്പൈസി ചിക്കൻ കറി ആകുമ്പോൾ അതൊരു ഒന്നൊന്നര കോംബോ ആയിരിക്കും. അങ്ങനെ ചിക്കൻ കറി തിളച്ചു ഗൈസ്. നല്ല അടിപൊളി സ്മെല്ലായിരുന്നു അതിന് വരുന്നത്. നല്ല കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. ഞാൻ പോയി പ്ലേറ്റ് റെഡിയാക്കട്ടെ. ഇനി ഡയറ്റിങ് അടുത്ത ന്യൂ ഇയറിന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല സോഫ്റ്റ് പത്തിരിയും സ്പൈസി ചിക്കൻ കറിയും കൂടി അങ്ങ് വായിലോട്ടിട്ടു. ആഹാ, അന്തസ്. ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ യങ് ലേഡിയും ഹാപ്പിയാണ്. കണ്ടില്ലേ ആ പല്ലില്ലാത്ത ചവയ്ക്കല്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്, ബൈ.